മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടി. നടക്കാവ് പോലീസ് നിലപാട് അറിയിക്കണമെന്ന് കോടതി. മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കോടതി ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഈ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി കോടതിയെ സമീപിച്ച് ഇന്നലെ ഒരു ഹർജി കൊടുത്തു, മുൻകൂർ ജാമ്യ ഹർജി. ആ ഹർജി ഇന്ന് കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിച്ചു. തുടർന്നൊരു സാധാരണ നടപടിക്രമം എന്ന നിലയ്ക്ക് ഇത് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസിനോട് നിലപാട് തേടി. എന്ത് സാഹചര്യത്തിലാണ് കേസെടുത്തത്, എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കണം. ഒപ്പം പരാതിക്കാരിയായ മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി അവരും ഈ കേസിൽ കക്ഷിയാവും. ഹർജി കോടതി പിന്നീട് വെക്കേഷൻ ശേഷം കോടതി തുറന്നതിന് ശേഷം പരിഗണിക്കുകയും ചെയ്യും. നമുക്കറിയാം, കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ചെയ്ത കേസിൽ സുരേഷ് ഗോപിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴി എടുത്തിരുന്നു, സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി എടുത്തിരുന്നു, ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെയൊക്കെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് കേസെടുത്തത്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. IPC 354, 354A, 119A എന്നീ വകുപ്പുകൾ, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുക, അപമര്യാദയെ പെരുമാറുക, അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്.